ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള നെറ്റിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലുള്ള ഈ ഒരു ഡിസൈൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ഈ ഡിസൈൻ വെച്ച് നമ്മൾ ഇന്ന് 2 ക്രാഫ്റ്റ് വർക്കുകളാണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായി നമുക്ക് ഈ 2 ക്രാഫ്റ്റ് വർക്കുകളും ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഇടയിലുള്ള നെറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം കളഞ്ഞെടുക്കാനായി ഇതുപോലെ ലൈറ്റർ ഉപയോഗിച്ച് ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിസൈൻ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് 2 ഫ്ലവർ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയുടെ ചെറിയൊരു പീസാണ്. ഇതിൽ നമ്മൾ ഈ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. അപ്പോൾ നമ്മൾ അതിൽ ഗ്രീൻ ടാപ്പൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഈ 2 ഫ്ലവറും ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പൂക്കളും നമ്മൾ ഈ കമ്പിയിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ 2 പൂക്കളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരു 2 എണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഡെറ്റോൾ ബോട്ടിലിന്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമ്മൾ ഈ തെർമോക്കോളിന്റെ പീസ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഒന്നാമത്തെ ക്രാഫ്റ്റ് വർക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നമ്മുടെ അടുത്ത ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്നും ഈ ഡിസൈൻ വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് അതിനിടയിൽ വരുന്ന നെറ്റിന്റെ ഭാഗങ്ങളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കൊരു കാർഡ്ബോർഡിന്റെ പീസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മിൽക്കി ബാറിന്റെ ബോക്സിൽ നിന്നാണ് അത് എടുക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കളർ പേപ്പർ അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ചെറിയ കാർഡ്ബോർഡ് പീസിലേക്ക് നമ്മൾ ആ കളർ പേപ്പർ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിന്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു ഫ്ലവർ വേസ് പോലെ ഒന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തത് നമുക്കിതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളെല്ലാം നമുക്കിതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള പൂക്കളുടെ ഡിസൈനൊക്കെ ഉള്ള വേസ്റ്റ് നെറ്റ് പീസൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 ക്രാഫ്റ്റ് വർക്കുകളാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുപോലെ നമ്മൾ പൂക്കളെല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഫോം ഷീറ്റിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബോ ഷേപ്പിലാക്കി എടുത്ത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു സ്റ്റോണും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റ് വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് ഒക്കെ ഒട്ടിച്ച് ചുമരിലൊക്കെ വെക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ 2 ക്രാഫ്റ്റ് വർക്കുകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.